ഹായ് ഫ്രണ്ട്സ്, നമ്മളിപ്പം പൈത്തൻ്റെ ട്യൂട്ടോറിയൽ പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പൈത്തൺ ഫംഗ്ഷൻസിനെ പറ്റിയിട്ടാണ് പഠിച്ചത്. അപ്പോൾ പൈത്തൺ ഫംഗ്ഷനകത്ത് തന്നെ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഫംഗ്ഷൻ ഉണ്ട്, വിച്ച് ഈസ് കോൾഡ് ലാംഡ ഫംഗ്ഷൻ. ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് പൈത്തൺ ലാംഡ ഫംഗ്ഷനെ പറ്റിയിട്ടാണ്. അപ്പം നമുക്ക് ലാംഡ ഫംഗ്ഷൻ എന്താണെന്ന് പഠിക്കാം. അതിനു മുന്നേ നിങ്ങൾക്കായിട്ടൊരു ചോദ്യം: എത്ര എക്സ്പ്രഷൻസ് ലാംഡ ഫംഗ്ഷൻ അലോ ചെയ്യും? ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് ഈ മൊഡ്യൂൾ ഫിനിഷ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ മനസ്സിൽ വെച്ചേക്കുക. നമുക്ക് മൊഡ്യൂളിലോട്ട് പോകാം. ഞാൻ ബേസിക്കലി എന്താണ് ലാംഡ ഫംഗ്ഷൻ എന്ന് പറയാം, എന്നിട്ട് എങ്ങനെയെന്ന് പ്രോഗ്രാം എഴുതി ഞാൻ കാണിച്ചു തരാം. ഓക്കെ, ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഒരു സ്മോൾ അനോണിമസ് ഫംഗ്ഷൻ ആണ്. മോസ്റ്റ്ലി അതൊരു സിംഗിൾ ലൈൻ ഫംഗ്ഷൻ ആയിരിക്കും. ഒറ്റ ലൈനിൽ കംപ്ലീറ്റ് ചെയ്യുന്ന ഫിനിഷ് ചെയ്യുന്ന ഫംഗ്ഷൻ ആയിരിക്കും. അതിന് ഇറ്റ് ക്യാൻ ടേക്ക് എനി നമ്പർ ഓഫ് ആർഗ്യുമെന്റ്സ്. ഒന്നിൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് അത് സപ്പോർട്ട് ചെയ്യും. ബട്ട് ഒരു എക്സ്പ്രഷൻ മാത്രമേ ലാംഡ ഫംഗ്ഷൻ വെച്ച് ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റൂ. ഓക്കെ, ലാംഡ ഫംഗ്ഷന്റെ സിൻടാക്സ് എന്ന് പറയുന്നത് ഈ ലാംഡ എന്നുള്ള കീവേഡ് യൂസ് ചെയ്യും, ദെൻ ആർഗ്യുമെന്റ്സ് നമ്മൾ മെൻഷൻ ചെയ്യും, കോളൻ, ദെൻ എന്താണോ എക്സ്പ്രഷൻ, ആ ഒരു എക്സ്പ്രഷൻ എന്താണോ ആ എക്സ്പ്രഷൻ മെൻഷൻ ചെയ്യും. ഇനി ലാംഡ ഫംഗ്ഷന്റെ പവർ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത് അത് നമ്മൾ മറ്റൊരു അനോണിമസ് ഫംഗ്ഷൻ അകത്ത് യൂസ് ചെയ്യുമ്പോഴാണ്. ഇതെങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പ്രോഗ്രാമിംഗ് സൈറ്റിൽ കാണിച്ചു തരാം. ഓക്കെ, നമുക്കപ്പം പ്രോഗ്രാം സൈറ്റിലോട്ട് പോവാം. ജൂപ്പിറ്റർ നോട്ട്ബുക്ക് എടുത്തു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ലാംഡ ഫംഗ്ഷന്റെ സിൻടാക്സ് വെച്ചിട്ട് ലാംഡ ഫംഗ്ഷൻ എങ്ങനെ എഴുതണ്ടേ, ലാംഡ എന്താണ് ആർഗ്യുമെന്റ്സ്. ഇപ്പം ഞാൻ എ എന്നൊരു അല്ലെ എക്സ് എന്നൊരു ആർഗ്യുമെന്റ്സ്. ഓക്കെ, എന്നിട്ട് പ്രിന്റ് എക്സ് ഒരു എക്സ്പ്രഷൻ പാസ് ചെയ്യും. ഓക്കെയാണ്, ഞാൻ എക്സ് ഫംഗ്ഷൻ ഓക്കെയാണ്. റൺ എ വൈ ഈക്വൽ ടു. ഓക്കെ, ഞാനെന്ത് ചെയ്താൽ മതി, വൈ ജസ്റ്റ് കോൾ ചെയ്താൽ മതി. വൈക്കകത്ത് ഒരു വാല്യൂ പാസ് ചെയ്യുക, പ്രിന്റ് 1. വൈക്കകത്ത് സെക്കൻഡ് വാല്യൂ പാസ് ചെയ്യുക 2. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, വൈ യൂസ് ചെയ്ത് വാല്യൂസ് പാസ് ചെയ്ത്. അപ്പോൾ ഇത് നോർമൽ കേസിൽ നമ്മൾ ഇതൊരു ഫംഗ്ഷൻ ആയിട്ട് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതണമായിരുന്നു? അപ്പം ഫംഗ്ഷൻ വൈ ഡിഫൈൻ വൈ, ബ്രാക്കറ്റിനകത്തൊരു പാരാമീറ്റർ, എന്നിട്ട് പ്രിന്റ് എക്സ്. ഇതിനെയാണ് ഈ ഒരു ഒറ്റ ലൈൻ ഓഫ് കോഡിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്. പക്ഷേ ഇവിടുത്തെ കേസിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ എക്സ്പ്രഷൻസ് യൂസ് ചെയ്യാമായിരുന്നു. പക്ഷേ ലാംഡ ഫംഗ്ഷന്റെ കേസിൽ ഒറ്റ എക്സ്പ്രഷൻസേ പറ്റത്തുള്ളൂ. പക്ഷെ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് പറ്റും. ഇപ്പം എക്സ് കൊമ ഇത് ഞാൻ വൈ എന്നുള്ളത് മാറ്റിയിട്ട് സം എന്നാക്കാം. ഓക്കെ, സം ഓഫ് 1 + 2 1, 2. അപ്പൊ ഇവിടെ എന്ത് ചെയ്യാം, എക്സും വൈയും, പ്രിന്റ് എക്സ് പ്ലസ് വൈ. ഓക്കെ, ഇനി നമുക്ക് എന്താ കൊള്ളു ചെയ്ത് നോക്കാം. 1 + 2 3, 5 + 2 7. കണ്ടു. അപ്പൊ ഇതാണ് ലാംഡ ഫംഗ്ഷൻ. ഒരു സിംഗിൾ ലൈൻ ഫംഗ്ഷൻ ആണ്. അതിനകത്ത് ഒന്നിൽ കൂടുതൽ ആർഗ്യുമെന്റ്സ് പറ്റും, പാരാമീറ്റേഴ്സ് പറ്റും, പക്ഷെ എക്സ്പ്രഷൻ ഒന്നേ പറ്റത്തുള്ളൂ. ഓക്കെ, ഇത് റിട്ടേൺ ചെയ്ത് ഈ സം എന്നുള്ള വേരിയബിളിനകത്തോട്ട് സ്റ്റോർ ചെയ്യുകയും ചെയ്യും ഇവിടെ എന്ത് വാല്യൂസ് ഉണ്ടെങ്കിലും. ഇതാണ് ലാംഡ ഫംഗ്ഷൻ. ഇവിടെയാണ് നമ്മൾ എക്സ്പ്രഷൻ എഴുതുന്നത്. അപ്പം സിംപ്ലി നമ്മൾ എന്ത് ചെയ്താൽ മതി, ഈ പ്രിന്റ് ഇവിടെ സ്റ്റേറ്റ്മെന്റ് കൊടുക്കണമെന്നില്ല, എക്സ് പ്ലസ് വൈ കൊടുക്കുക, എന്നിട്ട് സമ്മിനകത്ത് വരും, ഈ സമ്മ് പ്രിന്റ് ചെയ്താൽ മതി. പ്രിന്റ് സം ഓഫ് 5 + 2 7. ഓക്കെ, അത് വർക്ക് ആവുന്നുണ്ട്. ഇതാണ് സിംപ്ലി ലാംഡ ഫംഗ്ഷൻ. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ കേസിൽ ലാംഡ ഫംഗ്ഷൻ എന്ന് പറയുന്നത് മറ്റൊരു അനോണിമസ് ഫംഗ്ഷനുള്ളിൽ എങ്ങനെ എഴുതാന്ന് വെച്ച് കഴിഞ്ഞാൽ, സിംപ്ലി ഞാനൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുകയാണ്. ഡിഫൈൻ മൈ ഫംഗ്ഷൻ. ഓക്കെ, അതിനകത്ത് ഞാൻ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ പാസ് ചെയ്യുന്ന. ഇതിനകത്ത് ഞാൻ എന്ത് ചെയ്യുന്നത്, ഒരു ലാംഡ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നു. ലാംഡ ഫംഗ്ഷൻ ഒരു വാല്യൂ അക്സെപ്റ്റ് ചെയ്യും, ഒരു പാരാമീറ്റർ അക്സെപ്റ്റ് ചെയ്യും. ആ പാരാമീറ്റർ ഇൻറ്റു എക്സ് നമ്മൾ എത്രയാണ് പാസ് ചെയ്യുന്നത്. അപ്പം ഞാൻ ഇപ്പം ഈ ഫംഗ്ഷൻ കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം ഇവിടെ
സിംപ്ലി ഞാൻ മൈ ഫംഗ്ഷൻ കോൾ ചെയ്യാം. ഫ്ലുവൻസി കോൾ ചെയ്ത് കഴിഞ്ഞാൽ ഒരു വാല്യൂ ഞാൻ പാസ് ചെയ്യാം. ഞാൻ സംഭവിക്കുന്നത് നോക്കാം. ഫംഗ്ഷൻ അതായത് ഇപ്പം ഈ പ്രിന്റ് ചെയ്തേക്കുന്ന ഒരു ഫംഗ്ഷനാണ്. അപ്പം തിരിച്ച് നമുക്ക് കിട്ടുന്ന ഒരു ഫംഗ്ഷൻ തന്നെയാണ്. അപ്പം എന്ത് ചെയ്യാം, അതിനൊരു നെയിം കൊടുക്കാം നമുക്ക്. y ഈക്വൽ ടു ഒരു നെയിം. ഇനി എന്ത് ചെയ്യണം, ഞാൻ ഈ വൈയെ വീണ്ടും വൈക്ക് ഞാനൊരു വാല്യൂ വെച്ച് കോൾ ചെയ്ത് നോക്കാം. പ്രിന്റ് ചെയ്യാം. പ്രിന്റ് y ഓഫ് 3. റിസൾട്ട് എന്താ വന്നത്? 6. അപ്പോൾ ഇവിടെ എന്തോ സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? അതായത് ഈ മൈ ഫംഗ്ഷൻ എന്നുള്ളത് കോൾ ചെല്ലുമ്പോഴത്തേക്ക് അത് റിട്ടേൺ ചെയ്യുന്നത് ഒരു ലാംഡ ഫംഗ്ഷനെയാണ്. അപ്പം നിങ്ങൾ മൈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുമ്പോൾ ഇവിടെ കോൾ വന്നേക്കുന്നത് 2 വാല്യൂ, ഒരു ആർഗ്യുമെന്റ് 2 പാസ് ചെയ്തിരിക്കുന്നത്, വാല്യൂ 2 ആണ് പാസ് ചെയ്തത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ റിട്ടേൺ ചെയ്യുന്ന ലാംഡ ഫംഗ്ഷൻ എങ്ങനെ ആയിരിക്കും? റിട്ടേൺ ചെയ്യുന്ന ഫംഗ്ഷൻ ലാംഡ എ സ്റ്റാർ 2 എന്ന് വരും. അപ്പം ഈ ഫംഗ്ഷനാണ് ഇവിടെ റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ y3 എന്ന് പറയുമ്പോൾ എന്താ സംഭവിച്ചത്? ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? ഈ ഫംഗ്ഷനകത്തോട്ട്, അതായത് y3 വിളിക്കുമ്പോഴത്തേക്ക് ഈ ഫംഗ്ഷനകത്തോട്ട് എ എന്നുള്ളതിന് 3 അപ്ലൈ ചെയ്ത് കൊടുത്ത്. അപ്പോൾ എന്ത് സംഭവിച്ചത്? 3 × 2 എന്ന് വന്നു. അതാണ് 6 റിട്ടേൺ ചെയ്തത്. അപ്പം ഇങ്ങനെയാണ് ഒരു അനോണിമസ് ഫംഗ്ഷനകത്ത് ലാംഡ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള കേസ് നിങ്ങൾക്ക് വേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാൻ ഇപ്പം എന്താ സംഭവിച്ചത്? ഡബിൾ ചെയ്തേക്കല്ലേ, ഡബിൾ UBL. ഡബിളിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്യാം, മൈ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ ഡബിൾ എന്ന് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഡബിൾ വാല്യൂ പ്രിന്റ് ചെയ്യും. ഇത് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ട്രിപ്പിൾ വേണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, എനിക്ക് ഫംഗ്ഷൻ ജസ്റ്റ് ആദ്യത്തെ വാല്യൂ 3 പാസ് ചെയ്യുക. അപ്പോൾ ട്രിപ്പിൾ എന്നുള്ള ഫംഗ്ഷൻ എന്ത് പ്രിന്റ് ചെയ്യും? വെയിറ്റ്, നമുക്ക് പ്രിന്റ് ചെയ്ത് നോക്കാം. പ്രിന്റ് ട്രിപ്പിൾ, ഈ പാസ് ചെയ്ത് കൊടുത്ത വാല്യൂവിൻ്റെ ട്രിപ്പിൾ പ്രിന്റ് ആവും. 9. അപ്പോൾ ഇങ്ങനെയാണ് ലാംഡ ഫംഗ്ഷൻ ഒരു ഫംഗ്ഷൻ ഇൻസൈഡ് അനോണിമസ് ഫംഗ്ഷൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് വളരെ യൂസ്ഫുൾ ആണ് ലാംഡ ഫംഗ്ഷൻ. പലപ്പോഴും നമുക്ക് ലാംഡ ഫംഗ്ഷൻ യൂസ് ചെയ്യേണ്ടതായിട്ട് വരും സിംഗിൾ ലൈൻ ഫംഗ്ഷൻസ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ മൊഡ്യൂളിൽ എന്താണ് പഠിച്ചത്? ലാംഡ ഫംഗ്ഷൻസിനെ പറ്റി, ലാംഡ ഫംഗ്ഷൻ സിൻടാക്സ്, ലാംഡ എന്നുള്ള കീവേഡ്, ആർഗ്യുമെന്റ്സ്, ദെൻ കോളൻ, ദെൻ എക്സ്പ്രഷൻ. ഒരു സിംഗിൾ എക്സ്പ്രഷൻ മാത്രമേ ലാംഡ ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. പക്ഷേ മൾട്ടിപ്പിൾ ആർഗ്യുമെന്റ്സ് ലാംഡ ഫംഗ്ഷനകത്തോട്ട് പാസ് ചെയ്യാൻ പറ്റും. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത മൊഡ്യൂളിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാം. ഞാൻ ഇനിയും വീഡിയോസ് ഇടും. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ആയിട്ട് ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്. നമുക്ക് അടുത്ത കാണാം.